ആപ്ലിക്കേഷൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ നമ്മുടെ പ്രദേശത്ത് ഏതൊക്കെ കമ്പനികൾക്ക് 4G നെറ്റ്വർക്ക് ഉണ്ട് 5G നെറ്റ്വർക്ക് ഉണ്ട് എന്നൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പം നമ്മുടെ കൈവശം എയർടെലിൻ്റെതോ ജിയോയുടേതോ അല്ല VIയുടേതോ സിം ഒന്നും വേണമെന്നില്ല. അവർക്ക് നമ്മുടെ പ്രദേശത്ത് 5G നെറ്റ്വർക്ക് ഉണ്ടോ 4G നെറ്റ്വർക്ക് ഉണ്ടോ എത്രത്തോളം കവറേജ് ഉണ്ട് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരുന്ന ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ ഇപ്പം നമ്മൾ സിം പോർട്ട് ചെയ്യുകയോ അല്ല പുതിയ സിം കണക്ഷൻ എടുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഏരിയയിൽ ആ കമ്പനിക്ക് നെറ്റ്വർക്ക് ഉണ്ടോ 5G നെറ്റ്വർക്ക് ആണോ 4G നെറ്റ്വർക്ക് ആണോ അല്ല 2G ആയി പോകുമോ എന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. മുൻകൂട്ടി നിങ്ങളുടെ ഫോണിൽ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ മാത്രം മതി നിങ്ങൾക്ക് ഏത് നെറ്റ്വർക്കിന്റെയും കവറേജ് നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ഒരു വെബ്സൈറ്റ് സന്ദർശിക്കണം. ഈ വെബ്സൈറ്റിലേക്ക് സന്ദർശിക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് വീഡിയോയിൽ പറഞ്ഞു തരാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ആണ് ഓണായി കിട്ടുക. ഈ പേജ് ലഭിച്ചാൽ വളരെ സാവധാനത്തിൽ 10 സെക്കൻഡെങ്കിലും എടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 ലിങ്കുകൾ കാണാം. ജിയോയുടെ, എയർടെലിൻ്റെ, VIയുടേത് എല്ലാം വ്യത്യസ്തമായിട്ട് തന്നെയുണ്ട്. ആദ്യത്തത് ജിയോ കവറേജ് മാപ്പ് എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജിയോയുടെ കവറേജിൻ്റെ ഓപ്ഷനാണ് ലഭിക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓൺ ആകും, അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ നിന്ന് ഇതിലേക്ക് നിങ്ങൾ വരും. ഇവിടെ 5G 4G എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷനിലാണുള്ളത്. 5G മാത്രവും 4G മാത്രവും ഒക്കെ നോക്കേണ്ട ഓപ്ഷൻ ഇവിടെയുണ്ട്. ഈ പേജ് ലഭിച്ചാൽ അല്പം താഴേക്ക് വന്നാൽ ഇന്ത്യയുടെ മാപ്പ് കാണാം. ഇനി നിങ്ങൾക്ക് ഇവിടെ വലതുഭാഗത്തൊരു ഐക്കൺ കാണാം. ആ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ പെർമിഷൻ ചോദിക്കും. അത് അലോ കൊടുത്താൽ നിങ്ങളുടെ ഏരിയ ഫോക്കസായി വരുന്നത് കാണാം. റെഡ് സ്പോട്ട് ഉള്ളത് ഞാൻ നിൽക്കുന്ന സ്ഥലമാണ്. എനിക്ക് ചുറ്റും യെല്ലോ കളറാണ്. യെല്ലോ കളറാണെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് 5G ആണ്. ഇപ്പോൾ എൻ്റെ ഏരിയയിൽ ജിയോന് 5G അവൈലബിൾ ആണ്. ഇനി ഞാൻ സൂം ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ നിൽക്കുന്ന ഏരിയയിൽ മൊത്തം 5G ആണ്. എനിക്ക് നല്ല കവറേജ് ഉണ്ട് 5Gക്ക്. 4G എന്ന് പറഞ്ഞാൽ പർപ്പിൾ ആണ്. ഇതാ ഈ ഏരിയയിൽ മാത്രമാണ് 4G ഉള്ളത്, അതായത് കടലോട് അടുക്കുന്ന സ്ഥലത്ത്. അതുപോലെ തന്നെ നല്ലോണം സൂം ഔട്ട് ചെയ്താൽ കാണാം നിങ്ങൾക്ക് എവിടെയൊക്കെ 4G മാത്രമാണുള്ളത്. 4Gയും 5Gയും ഒക്കെ നമുക്ക് ഇതുപോലെ നോക്കി മനസ്സിലാക്കിയിട്ട് ആ സിം എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ജിയോ എനിക്ക് ധൈര്യത്തിൽ എൻ്റെ ഏരിയയിൽ വാങ്ങാം. എൻ്റെ ഏരിയയിൽ 5G അവൈലബിൾ ആണ്. ഇനി എയർടെൽ ആണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനിലേക്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. സൈറ്റിലെ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നിങ്ങൾക്ക് എയർടെലിൻ്റെ വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടാണ് ഓപ്പൺ ആവുക കേട്ടോ, ചിലപ്പോൾ ഡയറക്റ്റ് ഓപ്പൺ ആകും. അങ്ങനെ ഓൺ ആയി കഴിഞ്ഞാൽ ഇത് ഇവിടെ മുകളിലുണ്ട് 4G 5G ഒക്കെ വേർതിരിച്ച് നോക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് ഫോക്കസ് ചെയ്ത് നോക്കേണ്ട ഓപ്ഷൻ ഇവിടെയാണുള്ളത് താഴെ. ഓക്കെ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തേത്തതുപോലെ തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ പെർമിഷൻ ചോദിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നിൽക്കുന്ന സ്ഥലം സൂമായി കിട്ടുന്നതാണ്. ഒരു ബ്ലൂ ഡോട്ടാണ് എയർടെലിന് കാണിക്കുക. ഇതാ ഒരു ബ്ലൂ ഡോട്ട് കാണിക്കുന്നത് ഞാൻ നിൽക്കുന്ന സ്ഥലമാണ്. എനിക്ക് ചുറ്റും 5G അവൈലബിൾ ആണ്. നേരത്തെ ജിയോയേക്കാളും എനിക്ക് 5G ഇവിടെ അവൈലബിൾ ആണ്. പർപ്പിൾ കളറുള്ളതെല്ലാം 4G ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് മുകളിൽ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതുപോലെ നമുക്ക് നമ്മുടെ ഏരിയയിൽ അവർക്ക് കവറേജ് ഉണ്ടോ എന്ന് നോക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് VI നോക്കാം. VIക്ക് ഇവിടെ മൂന്നാമത്തെ ഓപ്ഷനാണ്. മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ VI ചിലപ്പോൾ ഓപ്പൺ ആകാൻ കുറച്ച് ലേറ്റ് ആകുന്നുണ്ട്, കാരണം അവരുടെ സെർവർ കുറച്ച് ബിസി ആണെന്ന് തോന്നുന്നു. ഓക്കെ, VIയുടെയും ഓപ്ഷൻ വന്നിട്ടുണ്ട്. മൊത്തം പർപ്പിൾ കളറാണ്, കാരണം അവർക്ക് ഇന്ത്യയിൽ മൊത്തം 4G ആണ്. 5G വളരെ ചുരുക്കമേ ഉള്ളൂ. ഇനി ഇവിടെ നിങ്ങൾക്ക് പോയിന്റ് കാണാം. ഇതാണ് ഫോക്കസ് ചെയ്യേണ്ട ബട്ടൺ. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നേരത്തേത്തതുപോലെ തന്നെ പെർമിഷൻ ചോദിക്കും. ഞാൻ ഓൾറെഡി കൊടുത്തത് കൊണ്ടാണ് പെർമിഷൻ ചോദിക്കാത്തത്. അപ്പോൾ നിങ്ങൾ പെർമിഷൻ കൊടുത്താൽ നമ്മുടെ ഏരിയ ഫോക്കസായി കാണും. ഇപ്പം കാണാം എൻ്റെ ഏരിയയിൽ മൊത്തം 4G അവൈലബിൾ ആണ്. എവിടെയും 2G ഒന്നുമില്ല, 4G അവൈലബിൾ ആണ്. ഓക്കെ, 4Gയും 3Gയും ഒക്കെ ഇവിടെ വേർതിരിച്ച് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ പർപ്പിൾ കളർ ആയതുകൊണ്ട് തന്നെ എനിക്ക് VI സിം ഈ ഏരിയയിൽ 4G അവൈലബിൾ ആണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് വേർതിരിച്ച് നോക്കാം. 4G മാത്രം, 3G മാത്രം, 2G മാത്രം ഒക്കെ നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.